ജയിൽ നോമിനേഷനിൽ പവർ ടീം ആണ് ഡയറക്റ്റ് ജാസ്മിനെ ആയിരുന്നു നോമിനേറ്റ് ചെയ്തത്. അവിടെ ജാസ്മിനെ ആയിരുന്നു അവർ നോമിനേറ്റ് ചെയ്യേണ്ടത്. ഒരുപാട് പേര് വേറെ ഉണ്ടായിരുന്നു അല്ലേ? നിങ്ങൾക്ക് അതൊരു ഫെയർ പ്ലേ ആയിട്ട് തോന്നിയോ? എനിക്ക് അങ്ങനെ തോന്നിയില്ല എന്തായാലും. നിങ്ങൾക്ക് എന്താ തോന്നിയത്? അപ്പൊ അതേക്കുറിച്ച് സംസാരിക്കാനുണ്ട്. അപ്പൊ വീഡിയോ ആയിട്ട് കാണുമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകണ്ട. അപ്പോൾ ഇന്നത്തെ ജയിൽ നോമിനേഷനിലോട്ട് വരികയാണെങ്കിൽ പവർ ടീം ഡയറക്റ്റ് അവർ ആദ്യമേ തന്നെ പോയി ചർച്ച ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ബിഗ് ബോസ് എടുത്ത് പറയുന്നുണ്ടായിരുന്നു ആരാണോ വീക്ക് ആയിട്ട് പെർഫോം ചെയ്തത്, അതുപോലെ തന്നെ ആ ഒരാഴ്ച ഭയങ്കരമായിട്ട് വീക്ക് ആയിട്ട് നിന്ന ആരാണോ അവരെ വേണം നോമിനേറ്റ് ചെയ്യുന്നത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരോടൊപ്പം ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നോറ ജിൻഡോന്റെ പേരാണ് എപ്പോഴും പറയുന്ന പോലെ തന്നെ നോറയ്ക്ക് ജിൻഡോ ആണ്. അപ്പൊ ജാസ്മിന് പറയാൻ നോറ സമ്മതിച്ചില്ല കേട്ടോ. പിന്നെ ഇവരുടെ നിർബന്ധം കാരണമാണ് സമ്മതിച്ചത്. ജിൻഡോനെ പറയാനുള്ള കാരണം എന്താ, സ്ത്രീവിരുദ്ധം എന്തോ പറയുന്നു. അപ്പൊ അതിനെതിരെ ജിൻഡോനെ പറയുന്നതായിരിക്കും നല്ലതെന്നാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ ബാക്കിയുള്ളവർ പറഞ്ഞു ഓൾറെഡി അവരുടെ ടീം ഡൺ ടീമാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ആ ഒരു ടാസ്ക് നന്നായിട്ട് ചെയ്തത്, അത് ചെയ്യാൻ പാടില്ല, മീൻസ് അപ്പൊ അവരെ എടുക്കണ്ടെന്ന് പറഞ്ഞു. അത് നല്ലൊരു തീരുമാനം. അതിനുശേഷം അവിടെ കുറെ ആൾക്കാരുണ്ട് വേറെ പറയാനായിട്ട്. ജാസ്മിനെ ഇവരെല്ലാരും കൂടെ പറയാനുള്ള കാരണം വേറൊന്നല്ല, എന്താണ് എന്ത് പറഞ്ഞത് ഊള എന്ന് വിളിച്ചെന്ന്. ഊള എന്ന് വിളിക്കുന്നത് അത്രയും വലിയ തെറ്റായ കാര്യമാണ്. എനിക്ക് തോന്നുന്നില്ല. അവിടെ അതിനും വലിയ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, അതിനും വലിയ തെറികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഊള എന്ന് പറഞ്ഞത് കൊണ്ട് ഒരാളെ ജയിലിലോട്ട് വിടുന്നത് അത്രയും അതൊരു ഫെയർ ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ജാസ്മിൻ അവിടെ 200% കൊടുത്തിട്ടാണ് നിന്നത്. നല്ല രീതിയിൽ തന്നെ ടാസ്ക് ചെയ്തായിരുന്നു. ആ ഒരു റോബോട്ട് ആയിട്ട് ചെയ്തതൊക്കെ അതിമനോഹരമായിട്ട് തന്നെയാണ് ചെയ്തത്. അപ്പൊ നമ്മൾ ചെയ്ത കാര്യം ചെയ്തില്ല എന്ന് പറയാൻ ഒരിക്കലും പറ്റത്തില്ല അല്ലേ? ജാസ്മിനെ കുറിച്ച് വേറെ കുറെ എതിർപ്പുകൾ എനിക്ക് ഉണ്ടെങ്കിൽ പോലും ജാസ്മിൻ ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഇല്ല, അത് ശരിയല്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഓൾറെഡി കുറച്ച് ജാസ്മിന് എതിരെയുള്ള കുറച്ച് ആൾക്കാർ എനിക്ക് കമന്റ് ഇടുന്നുണ്ട്. ഇങ്ങനെ ഇതിപ്പോ ജാസ്മിനെ കുറിച്ച് നന്നായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഉള്ള കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ എനിക്കത് എന്തായാലും ശരിക്കും പറഞ്ഞാൽ ഫെയർ ആയിട്ട് തോന്നിയില്ല. കാരണം അവിടെ വേറെ കുറെ ആൾക്കാരുണ്ട്. അതായത് ഈ ശരണ്യ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ശരണ്യ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടാണ് തോന്നിയത്? ഈ ഒരു ആഴ്ച എടുത്ത് നോക്കുകയാണെങ്കിൽ ശരണ്യയുടെ ഒരു പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ശരണ്യ എന്താണ് ചെയ്തത്? പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇപ്പൊ ജയിലോട്ട് പോകേണ്ട ഒരാൾ ശരണ്യ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ശ്രീതു ഒക്കെ പിന്നെ എന്തായാലും നന്നായിട്ട് ചെയ്തു. ശ്രീതു, അർജുനും ജിൻഡോയും ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ നന്നായിട്ട് ചെയ്തത് അവർ തന്നെയാണ്. നമുക്ക് അപ്പൊ ആ ടീമിലോട്ട് പോകേണ്ട കാര്യമില്ല. അല്ലാണ്ട് തന്നെ എടുക്കുകയാണെങ്കിൽ സായി അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ സായിക്ക് ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നടുവേദന എന്നുള്ള ഒരു പേരിൽ ആൾക്കാർ അവിടെ അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവര് ഓക്കെ അല്ല എന്ന് വെച്ചിട്ട് ചെയ്യുന്ന മത്സരാർത്ഥികളെ പിടിച്ച് നമ്മൾ ജയിലിടേണ്ട കാര്യമൊന്നുമില്ല. കാരണം നടുവേദന എന്നുള്ള ഒരു ഇത് അവരെന്തായാലും ഗെയിമിലോട്ട് വന്നു. എനിക്കറിയില്ല, പിന്നെ അവരുടെ ഒരു ഇതാണല്ലോ. പിന്നെ അതുപോലെ തന്നെ സിജോനെ പറയുകയാണെങ്കിൽ സിജു പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഈ ഒരു ആഴ്ച നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ സിജു വല്ല കാര്യങ്ങൾ ഭയങ്കര വാവുകൊണ്ട് സംസാരിക്കുന്നത് അതല്ലാതെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അവിടെ സിജോന്റെ എന്ത് പ്രസൻസ് ആണ് നിങ്ങൾ കണ്ടത്? ആ ഒരു ടാസ്ക് നല്ല രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാമായിരുന്നു അല്ലേ? അപ്പൊ അതൊന്നും അവിടെ കണ്ടില്ല സിജോന്റെ. അപ്പൊ സിജോനെയും പറയാമായിരുന്നു, അതൊന്നും പറഞ്ഞില്ല. ബാക്കി പിന്നെ അപ്സര ആണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല അപ്സരയുടെ ഒരു ഗെയിം. പക്ഷെ അപ്സര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ എന്തായാലും കുറച്ച് ഭയങ്കരമായ രീതിയിൽ ചെയ്തെങ്കിൽ പോലും ഓക്കെ, നമുക്ക് വേണ്ട, അപ്സരനെ എടുക്കണ്ട. അതല്ലാതെ പിന്നെ നന്ദന ആണെങ്കിലും അത് എന്തേലൊക്കെ കാണിച്ച് നമുക്ക് പറയാം അല്ലെ? അപ്പം ഈ ശരണ്യയും അതുപോലെ ശരണ്യനെ പറയായിരുന്നു ഇവർക്ക്. അതുപോലെ തന്നെ സായിനെ പറയായിരുന്നു, സിജോനെ പറയായിരുന്നു. ഇവരാരും പറഞ്ഞില്ല. ഏറ്റവും നന്നായിട്ട് ചെയ്ത ഒരാളാണ് നമ്മുടെ ജാസ്മിനെയാണ് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ജിൻഡോനെ പറഞ്ഞേനെ അവര്. ജിൻഡോ പിന്നെ ആ ടീമിൽ അവര് ജയിച്ചത് കൊണ്ടാണ് പറയാതിരുന്നത് കേട്ടോ, അല്ലെങ്കിൽ അവരെ പറഞ്ഞേനെ. പിന്നെ നന്ദന പിന്നെ ക്യാപ്റ്റൻസിയിൽ ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ പിന്നെ അത് പറയാൻ പറ്റത്തില്ല. അപ്പം എന്തോ ജാസ്മിനെയാണ് അവസാനം പറഞ്ഞത്. പക്ഷെ അത് എന്താ എനിക്കത് ഫെയർ ആയിട്ട് തോന്നിയില്ല. അത് പ്രത്യേകിച്ച് അൻസിബയ്ക്കൊക്കെ പേഴ്സണൽ ഗ്രഡ്ജ് ഉള്ളത് കൊണ്ട് മാത്രം എനിക്ക് തോന്നുന്നു എപ്പോഴും എല്ലാ കാര്യത്തിലും ജാസ്മിന്റെ പേര് എന്ന് എടുത്ത് പറയുന്നു എനിക്ക് തോന്നി. പിന്നെ അത്രയും പേരേ ഉള്ളൂ അവിടെ പറയാനായിട്ട്, പിന്നെ വേറെ ആരും ഇല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഋഷി, ശരിക്കും പറഞ്ഞാൽ ഋഷിനെയാണ് ശരിക്കും പറയാനുള്ളത്. കാരണം ആ ടാസ്ക് മൊത്തം കൊളാക്കിയത് ഋഷിയാ. കാരണം ഋഷി ഫുൾ എല്ലാ കാര്യങ്ങളും പേഴ്സണൽ ആയിട്ട് എടുക്കുമായിരുന്നു. എല്ലാ കാര്യങ്ങളും ഒരു ടാസ്ക് ആണെന്നും പലവട്ടം ഋഷി മറന്നു. ഒരു HR എന്ന് പറഞ്ഞൊരു റോള് നല്ല രീതിയിൽ ചെയ്യാമായിരുന്നു ഋഷിക്ക്. ഇത് ഫുള്ള് എല്ലാരും പറയുന്ന പോലെ തന്നെ ഫുള്ള് നമ്മുടെ പവർ ടീമിന്റെ ഒരു പവർ ടീം തിരിക്കുന്ന ഒരു പാവ പോലെയാണ് അവിടെ കിടന്ന് ആക്ട് ചെയ്തത്. കാരണം എല്ലാം പവർ ടീമിന് വേണ്ടിയായിരുന്നു ഋഷി ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാണ്ട് ഋഷിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്ന, അല്ലെങ്കിൽ അവിടെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് വേണ്ടി എന്തെങ്കിലും അതൊരു HR ആയിട്ട് നിന്ന് അങ്ങനെ ഒന്നും പെർഫോം കണ്ടില്ല. അത് ഫുൾ എല്ലാം. അപ്പൊ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആയത് ഋഷി തന്നെയായിരുന്നു. അപ്പൊ ഋഷിനെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാവുന്നതായിരുന്നു. ഋഷി അവരുടെ ഒരു അൻസിബയുടെയും ബാക്കി എല്ലാവർക്കും ഋഷിയോടുള്ള ഒരു താല്പര്യം കൊണ്ടായിരിക്കും ഋഷിനെ ചെയ്യാതിരുന്നത്. പക്ഷെ അത് മോശമായിപ്പോയി. നമ്മൾ പ്രേക്ഷകരുടെ കണ്ണിൽ നമുക്ക് അതൊന്നല്ലല്ലോ വലുത്. ശരിക്കും ആരാണോ ഗെയിം കളിക്കാത്ത അവരെ ആയിരുന്നു പോകേണ്ടിയിരുന്നത്.
പക്ഷെ ജാസ്മിനെ ആയിരുന്നു അവർ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തത്. പിന്നെ വീട്ടുകാരെല്ലാരും കൂടെയാണ് ഋഷിനെ പിന്നെ നോമിനേറ്റ് ചെയ്തത്. ഋഷി നന്നായിട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ് ഋഷിനെ നോമിനേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ജാസ്മിന്റെ നോമിനേഷനിൽ ജാസ്മിൻ പറഞ്ഞത് പ്രത്യേകിച്ച് അത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു കേട്ടോ. കാരണം പ്രത്യേകിച്ച് വന്നിട്ട് പറഞ്ഞു എനിക്ക് പവർ ടീമിനെ പറയാൻ പറ്റാത്തത് കൊണ്ട്, അതായത് പവർ ടീമിനെ പറയാൻ പറ്റില്ല നോമിനേഷൻ, അതുകൊണ്ട് ഞാൻ ഋഷിനെ പറയാണ്. അതായത് ഋഷി പവർ ടീമിന്റെ ഒരു പാവയാണല്ലോ, അതുകൊണ്ട് ഞാൻ അടിമയായതുകൊണ്ട് ഋഷീനെ പറഞ്ഞു പറഞ്ഞു. എനിക്ക് ആ ഒരു ഡയലോഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ജാസ്മിൻ അവിടെ നന്നായിട്ട് തന്നെയാണ് ഗെയിം കളിച്ചത്. അപ്പൊ ജാസ്മിന് പറയേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അത് പറഞ്ഞതിൽ അത് തെറ്റ് തന്നെയാണ്. പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആരായിരുന്നു ഋഷി വന്നിട്ട് പറയുന്നത് അപ്സരയുടെ പേരാട്ടോ. അപ്സര അതും അതിനകത്ത് നമുക്ക് വിസിബിൾ ആണ് ആ ഒരു ദേഷ്യം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഗെയിം അല്ലല്ലേ, ഇതൊരു ഗെയിം ആവുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പേഴ്സണൽ എടുത്ത് അതൊരു ഗ്രഡ്ജ് വെച്ച് അത് അവസാനം വരെ കൊണ്ടുപോകുന്നതൊക്കെ വളരെ മോശമായ കാര്യമാണ്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ ഉപേക്ഷിക്കണം. കാരണം നമുക്ക് പിന്നീട് ഇനിയും അങ്ങോട്ട് ആഴ്ചകൾ ഒരു 40 ദിവസം കൂടി ഇനി കിടക്കുകയാണ്. അപ്പൊ ഇവർ ഈ മുന്നത്തെ കാര്യം ഇപ്പോഴും വെച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ ആ ഗെയിമുകളെല്ലാം മോശമായി പോകും. കാരണം ഇവർക്കും കളിക്കാൻ പറ്റത്തില്ല, ബാക്കിയുള്ളവർക്കും കളിക്കാൻ പറ്റത്തില്ല, നമുക്ക് കാണുന്നവർക്കും അതൊരു രസം ഉണ്ടായിരിക്കില്ല. പിന്നെന്താ ഇത്രയും ഈ നോമിനേഷനെ കുറിച്ച് പറയാൻ ഇത്രയും കാര്യങ്ങളുണ്ടായി. നിങ്ങൾക്ക് എന്താ തോന്നി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ജാസ്മിനെ നോമിനേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അതൊരു ഫെയർ ആയിട്ട് തോന്നിയായിരുന്നോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ എന്തായാലും പറയാ. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്കിലോട്ട് മെയിൻ ആയിട്ട് വന്നത് നമ്മുടെ എപ്പിസോഡിന് അത് കാണിച്ചില്ല, അവരെ തെരഞ്ഞെടുക്കുന്നതൊന്നും കാണിച്ചില്ല, ജസ്റ്റ് ടാസ്ക് മാത്രമേ കാണിച്ചുള്ളൂ. അപ്പോൾ ഉണ്ടായിരുന്നത് നമ്മുടെ നന്ദന ഉണ്ടായിരുന്നു, പിന്നെ ശരണ്യ ഉണ്ടായിരുന്നു, ശ്രീരേഖ ഉണ്ടായിരുന്നു. ശ്രീരേഖയുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു, നന്നായിട്ട് തന്നെയാണ് ചെയ്തത്. അപ്പം ഓക്കെ, ശരണ്യനെ എന്തുകൊണ്ട് ക്യാപ്റ്റൻസി ടാസ്കിലോട്ട് എടുത്തു എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ. കാരണം ബാക്കിയൊക്കെ ശ്രീതുവും ഇവരൊക്കെ ശ്രീതു, അർജുനും പിന്നെ ജിൻഡോ ഒക്കെ പവർ ടീമിലോട്ട് ആയതുകൊണ്ട് പിന്നെ ഓക്കെ അവരെ സെലക്ട് ചെയ്തില്ല എന്നൊക്കെ പറയാം. പക്ഷെ എന്നാലും അപ്സര എനിക്കൊന്ന് ശരണ്യനെക്കാട്ടിലും ഫാർ ഫാർ ബെറ്റർ ആയിരുന്നു അപ്സര. പിന്നെ എന്തുകൊണ്ട് ശരണ്യ എനിക്ക് ഇപ്പോഴും ഒരു ആൻസർ കിട്ടുന്നില്ല. അവരെന്തിന്റെ അടിസ്ഥാനത്തിലാണ് ശരണ്യനെ നോമിനേറ്റ് ചെയ്തതെന്ന് പിന്നെ ഒന്നാമത് ഞാൻ ലൈവ് കണ്ടില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ലൈവ് കണ്ടിരുന്നെങ്കിൽ അവർ എന്ത് പറഞ്ഞിട്ടാ ചെയ്തതെന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. കാരണം എനിക്ക് ലൈവ് കാണാൻ പറ്റിയില്ലായിരുന്നു, എപ്പിസോഡിനകത്ത് കാണിച്ചില്ലല്ലോ. അപ്പൊ എന്തായാലും അത് നിങ്ങൾ എന്തായാലും പറയുക. ഇപ്പം ക്യാപ്റ്റൻ ആയത് എന്തായാലും നന്ദനയായിരുന്നു. നന്ദന ഓക്കെ, നമുക്ക് നോക്കാം നെക്സ്റ്റ് വീക്ക് നന്ദന ഇപ്പം നാളെ പോയില്ലെങ്കിൽ നന്ദന തന്നെയായിരിക്കും ക്യാപ്റ്റൻ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളായിരുന്നു മെയിൻ ആയിട്ട് അവിടെ നമ്മുടെ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓൾറെഡി നിങ്ങൾ കണ്ടു കാണും, നമ്മുടെ സാബു മോന്റെ അതുപോലെ തന്നെ ശ്വേതയുടെയും ഇന്ന് അവര് രണ്ടുപേരും പോയി. പിന്നെ ഡയമണ്ട് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് നമ്മുടെ സായിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. പക്ഷെ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ അവസാനം ആയിട്ടില്ല, ആർക്ക് വേണമെങ്കിലും എടുക്കാതെ, അത് ആരുടെ കയ്യിലാണ് അവസാനം ഇരിക്കുന്നത് അവർക്കാണ് സ്വന്തം എന്ന് പറയുന്നത്. സായിക്ക് ചിലപ്പോൾ താല്പര്യം ഇല്ല അതിന് ഡയമണ്ട് വെക്കാനുള്ള താല്പര്യമൊന്നും ഇല്ലാന്ന് സായി പറയുന്നുണ്ട്. ഞാൻ കൊടുക്കോ ശ്രീരേഖയ്ക്ക് കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട്, കൊടുക്കില്ല എന്ന് അറിയത്തില്ല. പക്ഷെ കൊടുത്താലും എനിക്ക് തോന്നുന്നില്ല. ശ്രീരേഖ മിക്കവാറും ഈ ഒരാഴ്ച പുറത്തു പോകാനാണ് ചാൻസ് കൂടുതലും. ശ്രീരേഖയ്ക്കും ശരണയ്ക്കും നന്ദന, ഇവര് 3 പേരാണ് ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത്. ഇപ്പൊ ഇവർ 2 പേര് പോകുന്നത് നമുക്ക് നോക്കാം, അതൊക്കെ നമുക്ക് പിന്നെ എന്തായാലും സംസാരിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ മെയിൻ ആയിട്ട് ഇന്നത്തെ ഒരു എപ്പിസോഡ് ഉള്ളത്. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും പറയാൻ മറക്കണ്ട. എനിക്ക് എന്തായാലും എന്റെ ഒരു അഭിപ്രായം മാത്രമാണ് പറഞ്ഞത്. ഇതിനകത്ത് ജാസ്മിനെ ഞാൻ സപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ ജാസ്മിൻ ഇതാന്ന് വിചാരിച്ചാലും ദേഷ്യപ്പെടാൻ നിൽക്കണ്ട എന്നോട്. എനിക്ക് തോന്നിയ കാര്യം മാത്രമാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും അടുത്ത വീഡിയോ വീണ്ടും വരാം. ബൈ.